സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല. ഓക്കെ, പ്രത്യേകിച്ച് വല്ല കണ്ടന്റ് ഒന്നും ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവർ കമന്റ് പറയൂ, കാരണം കമന്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. കമന്റിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. വേറെ നല്ല ഫ്രണ്ട്സ്, ഇത് പ്രത്യേകിച്ച് വീഡിയോയിൽ വല്ല കണ്ടന്റ് ഒന്നുമില്ല. ബട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടന്റ് ആക്കി എടുക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ട്? ഇന്ന് ഞാൻ വീട്ടിൽ ഒറ്റക്കാണ്. അപ്പോൾ ബോറടിച്ചപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലൊരു അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ യൂട്യൂബിൽ എല്ലാവരും ക്രാഫ്റ്റും ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനുള്ള പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഞാൻ ആ കഴിവ് ഉണ്ടാക്കിയെടുത്താലോ എന്ന്, അതായത് നിങ്ങൾക്ക് ഞാൻ തെളിയിച്ച് തന്നാലോ എന്ന്. എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോ പണി കഴിഞ്ഞാൽ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം നമുക്കത് നേരില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഫെറോസിമെൻറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുക്ക് കയ്യിനുള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ് എന്തെങ്കിലും വരക്കാൻ വിചാരിച്ചു. ഓൺലൈനിൽ നോക്കി, ഓൺലൈനിൽ യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ച് ഓവറല്ലേ എനിക്ക് തോന്നി. അയ്യോ, ഓക്കെ, ഇത് കണ്ടോ? ഇത് ഞാനിപ്പോൾ ഇവിടെ കുറേ ഇത് ഞാൻ കുറേ ചിത്രം വരച്ചിട്ട് കൊള്ളാക്കിയിട്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടി ഞാൻ ചടപ്പിച്ച് തരാമെന്ന്. എങ്ങനെയുണ്ട്? എനിക്ക് തോന്നി നിങ്ങൾ ചടപ്പിക്കാൻ. ഇപ്പോൾ എൻ്റെ ഉമ്മ ഇവിടെ ഇല്ല. എൻ്റെ അമ്മ ഇവിടെ പണിക്ക് പോയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അമ്മച്ചിൻ്റെ വർക്കിന് പോയിട്ടുണ്ട്. ഞാൻ ഒറ്റക്കാണ്. ഇന്ന് സ്കൂളില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മൾ എന്നാ വീഡിയോ ഇടുക? ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഇന്നെടുത്ത വീഡിയോ നാളെ ചെയ്യും. നമ്മൾ എന്നും ഇനി വീഡിയോ ഇടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകും. അയ്യോ, വീഡിയോയിലിട്ട് പോകാൻ എന്നും വീഡിയോ ഇല്ലല്ലേ? സോറി, കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ? സഹായിച്ചു തരണം. പിന്നെ നിങ്ങൾ കമൻറ്റിൽ ഓരോ കണ്ടന്റ്, അതായത് ഹോം ടൂർ ചെയ്യാൻ പറയുന്നുണ്ട്, ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഡേ ആൻഡ് മൈ ലൈഫ് എടുക്കാൻ. പക്ഷേ ഡേ ആൻഡ് മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീറ്റതാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചിത്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോൺ വേണ്ടേ? ആകെ ഒരു ഫോണേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ആകെ ഒരു ഫോണെ തന്നിട്ട് പോകുള്ളൂ. അല്ല, ഞങ്ങൾക്ക് 10 ഫോണൊന്നുമില്ല. ഓക്കെ, സംസാരിച്ചിരിക്കാൻ നിങ്ങൾ ലാഗ് അടിപ്പിച്ച് ഞാൻ പോകുന്നില്ല. യൂട്യൂബിൽ ചില ഡ്രോയിങ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കി വരയ്ക്കാൻ പറ്റില്ല, കാരണം വീഡിയോ എടുക്കണമല്ലോ. അപ്പം നമ്മുടെ മനസ്സിൽ, എൻ്റെ മെമ്മറിയിൽ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ആര് പറഞ്ഞാലാ? ഓക്കെ, നമുക്ക് വരയ്ക്കാൻ. ഞാനിവിടെ ഫോൺ വെക്കട്ടെ. കാണുന്ന പറ്റുന്നത് ഇവിടെ ചെറിയൊരു ഫെറോസിമെൻറ്റിൽ ചെറിയൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അതിൽ നമുക്ക് വീഡിയോ കുറച്ചത് ഓക്കെ. അപ്പോൾ വാതിൽ കുറിച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഒറ്റക്കല്ലേ, പേടിയാണ്. ഓക്കെ ഗൈസ്, വാതിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. എന്ത് വരയ്ക്കാം? എൻ്റെ മനസ്സിൽ ഉള്ളതുപോലെ നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഒരു പ്ലാൻ വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ചെറിയൊരു എൻ്റെ അമ്മച്ചിൻ്റെ കുറച്ച് നമ്പേഴ്സൊക്കെ എടുത്തൊരു ചെറിയൊരു നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് നോട്ട്ബുക്ക്. ഞാൻ ഇവിടെ ഉണ്ട് വരയ്ക്കുന്നത്. ഇവിടെ സ്ഥലം കണ്ടിട്ടുണ്ട്, കാല് വയ്ക്കാൻ കൂടി സ്ഥലമല്ല. ഓക്കെ, നമുക്ക് വരയ്ക്കാം. എന്ത് വരയ്ക്കാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വളഞ്ഞും കുളിഞ്ഞുമായിട്ടുള്ള വെട്ടം വരയ്ക്കുക. കണ്ടോ? ഞാൻ ആദ്യം വരച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അയ്യോ, ഓക്കെ. അങ്ങനെ ഞാനെൻ്റെ ഡ്രോയിങ് ഏകദേശം കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന സംഭവമല്ല. അപ്പം എന്തായാലും ഇത്ര വരച്ചില്ല. അപ്പം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരണം. അപ്പം ഇത് പൂർത്തിയായിട്ടൊന്ന് കാണിച്ചു തരാം. എന്താ കാണിച്ചത്? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ ചിത്രം എനിക്ക് തീരെ അറിയാത്ത ഒരാളാണ്. ഇത് LKG കുട്ടികൾ അത്രയും ആയിട്ടില്ല. നമുക്ക് ഞാൻ എന്തായാലും ലാസ്റ്റ് 15 ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ഇനി കുറച്ചും കൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഇതും കൂടെ നമുക്ക് ഇത് ഞാൻ എനിക്ക് വാർഷികത്തിന് വാങ്ങിയ ചെറിയ ലിപ്സ്റ്റിക് ഉണ്ട്. അതിന് 30 രൂപയായിരുന്നു. അപ്പം എന്തായാലും ചുണ്ടിലിടാൻ പറ്റത്തില്ല, നല്ല റെഡായിരുന്നു. ആ ലിപ്സ്റ്റിക്കും പിന്നെ ചെറിയൊരു ഐബ്രോയും വെച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ് ഈ സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ കളറൊന്നും ഉപയോഗിച്ചിട്ട് എന്തായാലും നശിപ്പിക്കുന്നില്ല. നമുക്ക് വേണ്ടാത്ത സാധനം വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് വേണ്ട ചുണ്ടിൽ എന്തായാലും ഇടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും അവസരം വരുമ്പോൾ ഇടാൻ വിചാരിച്ചു. പിന്നെ ഐബ്രോ ഇതാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു വരും. ഇപ്പോൾ വിരികത്തിൽ എന്തായാലും ഇത്ര ആയല്ലോ, എന്തായാലും സാരമില്ല. ഐബ്രോ എന്തായാലും നമുക്ക് ഇതിലോട്ട് ഇനി കുറച്ച് സംഭവങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് മെനക്കെടുക്കാം നമുക്ക് നമ്മുടെ കുട്ടാപ്പിനെ. ഇതൊക്കെ ശരിക്കും ആർക്കും വരയ്ക്കാൻ പറ്റുന്ന ചിത്രമായിരിക്കാം, എനിക്ക് പറ്റത്തേ ഇല്ല. അത് ഡ്രോയിങ് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ എന്താ ഞാൻ ഡ്രോയിങ്ങിനോട് എന്തോ ചെയ്ത പോലെയാണ് കേട്ടോ. അത്രയ്ക്കും വൃത്തികേടായിട്ടുണ്ട് ഡ്രോയിങ്. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓക്കെ, ഇത് കുറച്ചിനി ഇതായിട്ടുണ്ട്. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക. ഓക്കെ, പരിശ്രമിച്ച് നമ്മളൊക്കെ കയ്യിലെന്ന് വിചാരിക്കാം. എന്തായാലും എന്തൊക്കെ ഇത് പറ്റുന്ന പണിയില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്തൊക്കെയോ പറയുന്നത് എനിക്ക് സങ്കടമാവും. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നാണം കിട്ടില്ലേ, സാരല്ല, നിങ്ങളുടെ മുമ്പിലല്ലേ, വേറെ ആരുടെ മുമ്പിലല്ലേ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറില്ലായിരുന്നു, അപ്പം ഞാൻ ഐബ്രോ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഒരു LKG കുട്ടിയായി മാറിയിട്ടുണ്ട്. LKG കുട്ടിയല്ല, കുറിപ്പിക്കട്ടെ, LKG കുട്ടിയല്ല. LKG കുട്ടികളും ഇതിനെക്കാട്ടും നല്ല ഡ്രോയിങ് വരക്കൂട്ടവർ. അവരെന്നെ താഴ്ത്തിക്കെട്ട് എല്ലായിട്ട് ചെറിയ കുട്ടികളെ താഴ്ത്തിക്കെട്ട് 2.5 വയസ്സുള്ള 2 മാസമുള്ള പ്രായമുള്ള കുട്ടികളെ എഞ്ചിനീയർ നന്നായിട്ട് വരയ്ക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായി ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാൻ എന്തൊരു മട. ഓക്കെ ഗൈസ്, you can follow look. ഓക്കെ ഗൈസ്, ഞാൻ എങ്ങനെ ഡ്രോയിങ് ഒക്കെ വരച്ചെൻ്റെ കൈയൊക്കെ ആകെ പരിവായിട്ടുണ്ട്. അത്രയ്ക്കും ഞാൻ എഫേർട്ട് എടുത്ത് വരച്ച ഡ്രോയിങ് ആണ്. ഞാൻ എഫേർട്ട് എടുത്തു. നമുക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ എഫേർട്ട് എടുത്തതിൽ. പക്ഷേ എൻ്റെ വിയർപ്പ് ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ കാണിക്കേണ്ട, നിങ്ങൾ എന്നെ കളിയാക്കരുത് കമൻറ്റ് ബോക്സിൽ. ഓക്കെ, കളിയാക്കരുത്. Okay, it's a wonderful picture guys, wonderful picture. Must try. ഇത് എന്താണ് വരച്ചത് എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ ഞാൻ ഇതുപോലത്തെ ഏകദേശം ഇത് ഞാൻ നോക്കി വരച്ചതല്ല, എൻ്റെ മനസ്സിലുള്ളതൊന്ന് വരച്ചതാണ്. യൂട്യൂബിൽ നോക്കിയൊക്കെ നമുക്ക് ഐഡിയല്ലോ, ഫോണില്ലല്ലോ. യൂട്യൂബിൽ നോക്കി അപ്പോൾ ഐഡിയ കിട്ടി എങ്ങനെയാണ് മനസ്സിൽ പതിച്ചിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് വരച്ചതാണ് ഞാൻ. പക്ഷേ യൂട്യൂബിൽ എപ്പോഴും നോക്കി വരച്ചതല്ല, ഫസ്റ്റ് ഒരു വട്ടം നോക്കിയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഐബ്രോ വെച്ചിട്ട് ആകെ പരന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊന്നുമല്ല എന്നാണ്. നമുക്ക് എന്തായാലും ഐബ്രോ വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് എനിക്ക് എടുക്കാം. ഓക്കെ, പക്ഷേ സിമ്പിൾ ഡ്രോയിങ് ആണ്. പക്ഷേ എന്നെക്കൊണ്ട് ഈ സിമ്പിൾ പോലും ചെയ്യാൻ കഴിയില്ല. ഇത് സൈൻ ഇടാൻ പറഞ്ഞാണ്. സൈൻ ഇടട്ടെ. ഇത് കട്ടെടുക്കൂല എൻ്റെ പിക്ചറൊക്കെ ആരെങ്കിലും കാണിച്ചു തരാം. എൻ്റെ സൈനൊക്കെ ഇരിച്ച് അവിടെ എൻ്റെ സൈനുണ്ട്. അവിടെ സൈനുണ്ട്. എൻ്റെ സൈനൊക്കെ ഞാൻ വരച്ച ഞാൻ എന്നോട് കമൻറ്റ് ബോക്സിൽ ഒരു ഡ്രോയിങ് ആയിട്ട് വരിക എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എങ്കിലും മുൻകൂട്ടി ആരും പറയരുത്. മുൻകൂട്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആരോടും തെളിയിച്ച് തന്നിട്ടുണ്ട് ഞാൻ. ആരും എന്നോട് കമൻറ്റ് ബോക്സിൽ പറയരുത് ഡ്രോയിങ് വരാൻ, ഡ്രോയിങ് എഴുതാൻ. എനിക്ക് വയ്യ. ഓക്കെ, ഞാൻ ഡ്രോയിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്താലോ? അതൊരു കൈ നോക്കിയാലോ? നമുക്ക് ഡ്രോയിങ് എന്തായാലും നമുക്കൊണ്ട് കയ്യില്ല, നമുക്ക് മനസ്സിലായി. നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ക്രാഫ്റ്റ് ഓക്കെ, തമാശ വേണ്ട. ഞാനൊരു നെയിൽ ആർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിൽ ശർക്കര മൈലാഞ്ചി ആകെ ഒറ്റവട്ടം ഇട്ടുള്ളൂ, പക്ഷെ പിന്നെ ഇടാൻ പറ്റിയില്ല. എൻ്റെ കൈ നെയിലാകെ കൊളായി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടോ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കളറാണ്. ഓക്കെ, ഈ കളർ ഞാൻ മാറ്റിയെടുക്കാൻ പോവുകയാണ്. നോക്കിയാൽ എൻ്റെ കയ്യിൽ കുറച്ച് സ്കെച്ച് പോലത്തെ സ്കെച്ച് മാർക്ക് പോലത്തെ സംഭവമാണ്. അതുകൊണ്ട് എൻ്റെ നെയിൽ ആർട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ചെയ്താലും നമുക്ക് എന്തായാലും ഒരു പണിയില്ലല്ലോ, നമുക്ക് ചെയ്യാം.
ഒക്കെ മാറ്റി വെക്കാം. നമുക്ക് നെയിലാർട്ട് ചെയ്യുന്ന പണി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ നമുക്ക് നെയിലാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനെങ്കിൽ ആക്ച്വലി ഈ കളർ വേണം. ഓക്കെ നമ്മൾ ഈ കളർ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ബ്ലൂ, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ, പിന്നെ ഡാർക്ക് ഗ്രീൻ, പിന്നെ ഒരു പിങ്ക്, പിന്നെ ഗ്രേ. നമുക്ക് കണ്ണും കൂട്ടി കുറച്ച് കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നെയിലാർട്ട് ചെയ്യാം. എനിക്ക് പൊതുവെ പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ ക്രാഫ്റ്റിനെ എനിക്ക് എന്താണെന്നറിയാം. ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് എത്ര നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഇത് ചെയ്യാനാണല്ലേ. ഓക്കെ നമുക്ക് എൻ്റെ കുറച്ച് കളേഴ്സ് അടിയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് കളേഴ്സ് അടിയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള കണ്ണ് ഞാൻ കളേഴ്സ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. കണ്ണടച്ചിട്ട് എന്നിട്ട് നമുക്ക് അതോടെ നെയിലാർട്ട് ചെയ്യാം. 1 2 3 സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ കണ്ടില്ല അടിയിലോട്ട് ഏതാണ് ചാടി. ഓക്കെ അടിയിലോട്ട് ചാടിയ കളർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 4 കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഞാൻ ഈ കളർ സെലക്ട് ചെയ്യാം. മൂന്നാമത് ഞാൻ ഓക്കെ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു 4 കളർ 3 ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു കളർ അടിയിലാണ് നമുക്ക് ഈ കളർ സെലക്ട് ചെയ്യാം. 4 കളർ ഞാൻ സെലക്ട് ചെയ്ത് ഓ മൈ ഗോഡ് ഞാൻ കാണിച്ചു കളർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഞാൻ ഈ 4 കളേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് ഞാൻ റെഡ് കളറാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡ്. ഇത് യൂട്യൂബിൽ വീഡിയോയിൽ കാണാൻ വരും യെല്ലോ പോലെ തോന്നും. പക്ഷേ ഇത് യെല്ലോ അല്ല, ഇതൊരു ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഇത്രയും കളേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ നെയിലാർട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. പിന്നെ എനിക്കൊരു ചെറിയൊരു കട്ടിയുള്ള ഷീറ്റ് വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് നമുക്ക് കട്ട് ചെയ്യണം. നല്ല അധികം കട്ടിയില്ലാത്തൊരു കാർഡ്ബോർഡ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ അണ്ടർസ്റ്റാൻഡ്. ഒരു ഗം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ ബോറടിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്തോ ഓവറാണ്. അയ്യോ ഫോണിൽ ചാർജ് കുറവാണല്ലോ. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ചാർജ് ഇല്ല. നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് കുറഞ്ഞോണ്ട് മനസ്സിലാവും. 5% കുത്തിയതല്ലേ. അമ്മച്ചി വിളിച്ചാലേ കിട്ടില്ല. എനിക്ക് പേടിയാണ്. അമ്മച്ചി പേടിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ കുത്തിയേക്കാൻ പോവാണ്. ഇനി ബ്രൈറ്റ്നെസ് വരും. കണ്ടോ ഞാൻ കുത്തി വെച്ചാണ് ബ്രൈറ്റ്നെസ് വന്നത്. ഓക്കെ ഇനി നമുക്ക് എൻ്റെ നെയിലാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കാണാം. നമ്മുടെ നെയിലാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ നെയിലാർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം നെയിലാർട്ട് ചെയ്തതിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ അവിടെ അലങ്കോലായി വെച്ചിട്ടുണ്ട്. ഒരു പേപ്പർ ഒട്ടിക്കാനാണ് ഇപ്പോൾ ഇത്രയും ഞാൻ പരത്തിയിട്ടുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. ശരി പണിയും കൂടിയിട്ട് നെയിലാർട്ടിൽ വേറൊന്നുമില്ല. നെയിലാർട്ട് ഫസ്റ്റ് കാണിച്ചു തരാം. ഇനി ഒരു പരിപാടിയും കൂടി കഴിയുമ്പോൾ നെയിലാർട്ട് ഫുള്ളായിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചെറിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഗായ്സ്. ഒരു നമ്മളെ ക്രാഫ്റ്റ് ഇതാണ് നമ്മുടെ നെയിലാർട്ട്. നെയിലാർട്ട് ഓക്കെ ഇനി നമുക്ക് ചെറിയൊരു നെയിലാർട്ടും കൂടെ ചെയ്യാനുണ്ട്. നെയിലാർട്ടല്ല ഇത്തിരി ഫൈനലായിട്ട് നമുക്കൊരു സംഭവം കൂടെ നെയിലാർട്ടിൽ വെക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരാം സംഭവം എന്താ വെച്ചാൽ നമ്മുടെ നെയ്യാറിൽ ഈ ഒരു 3 സാധനം നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന സ്റ്റിക്കേഴ്സ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലുലുമാൾ പോയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല മഴയാണ്. സൗണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. കാരണം ഞാൻ കാണിച്ചു തരാം മഴ ഉണ്ടോ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടോ. അവിടെ ജനലിൻ്റെ വാതിലൊന്നും വെച്ചില്ല. നമുക്ക് ലാസ്റ്റായിട്ട് ജനലിൻ്റെ വാതിലൊക്കെ വെക്കാനായിട്ടുണ്ട്. ഇതൊരു പുതിയ വെച്ച ജനലാണ്. ഓക്കെ ഇത് നമ്മൾ ഈ റൂമിലായിട്ട് കൂട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഈ റൂമായിരുന്നു. ഇതൊരു ആദ്യം ചെറിയൊരു റൂമായിരുന്നു. ഈ റൂമിൽ നമ്മൾ എന്താക്കി, ഇവിടെ ഒരു ബാത്റൂമായിരുന്നു. നേരെ വന്നാൽ ബാത്റൂമിലോട്ട് എത്തുക. അപ്പോൾ അതുകൊണ്ട് ഈ ബാത്റൂമും റൂമും കൂട്ടിയിട്ട് നമ്മളൊരു വലിയൊരു റൂമാക്കി മാറ്റി. അപ്പം അതുകൊണ്ട് ജനൽ വേണമല്ലോ. ലൈറ്റ് കുറവാണ്. ഇപ്പോൾ വെച്ച ജനലാണിത്. അങ്ങനെ ചെറിയ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ. ഇനി ബാക്കി വീഡിയോസ് ആയിട്ട് നമ്മൾ വരാം. ഓക്കെ അയ്യോ സോറി ഗൈസ് സോറി. ഓക്കെ ഗൈസ് നമ്മൾ ഈ 3 സ്റ്റിക്കേഴ്സാണ് നമ്മൾ നെയിൽ വെക്കാൻ പോകുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് അറിയുന്നത് ഓക്കെ ഞാൻ മീഷോയിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് നെയിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കാൻ ഭാഗത്ത്. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്.
നമുക്ക് ഇതിൽ 3 എണ്ണത്തിലും അതിന് 3 പാക്കറ്റിലും ഓരോ പാക്കറ്റിൽ 4 എണ്ണം വീതം ഉണ്ടാവും. 4 ബോർഡായിട്ട് ഉണ്ടാവും. ഗാസ് ഇപ്പോൾ ടൈം ഇപ്പോൾ കുറച്ച് ആദ്യമേ കൊണ്ടതാണ്. അത് പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് പൊട്ടിക്കാം. നെയ്യിൽ കൊണ്ടത് സിമ്പിളായിട്ട് ഹോട്ടോ അങ്ങനെ പൊട്ടിക്കാം. സിമ്പിൾ പറഞ്ഞിട്ട് സിമ്പിൾ സിമ്പിൾ ടൈം നോക്കട്ടെ. പൊട്ടിക്കാൻ ഫസ്റ്റ് നമുക്ക് വേണ്ടി കൊടുക്കാം. പിന്നെ ചെറിയ നെയ്റ്റ് നോക്കട്ടെ. അതിൽ ബ്ലാക്ക് കൊടുക്കുന്നത് നമുക്ക് ഏറ്റവും ചെറിയ ഫിംഗറിൽ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു ചെറിയ ഹാർട്ട് വെച്ചാണ് കുത്തിച്ചത്. പിന്നെ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ നിങ്ങൾ എങ്ങാനും അത് കൂടുതലാണ്. Ayo balik lagi dah. ഇപ്പോഴും മഴയുണ്ട്. അപ്പം ഞാൻ എൻ്റെ നെയിൽ ആർട്ടിൻ്റെ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടായിക്കാണ്ട് മാർക്ക് ചെയ്തത് അതായത് ചെറുതായിട്ടൊരു നമുക്ക് ഒരു എന്താ പറയുക. അപ്പോൾ നമ്മളിതാ നമ്മുടെ നെയിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടായി കമൻറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ലുക്ക് ഇതാണ്. ഇതിൽ ഞാനൊരു ഹോട്ട് ഇമോജി കൊടുത്തിട്ടുണ്ട്. സെക്കൻഡിൽ ഞാനിതാ ഒരു പിങ്ക് ഹാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേർഡിലൊരു ഡയമണ്ട് ഹേർട്ട്, പിന്നെ റെഡ് ഹേർട്ട്, പിന്നെ ഒരു റാണി പിങ്ക് പോലത്തൊരു ഹോട്ടുമാണ്. ഞാൻ ഷേർട്ടുള്ള ഒരു ഹോട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരുടെ നമ്മളിപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ നെയിൽ സ്റ്റിക്കേഴ്സും കൂടെ കഴിഞ്ഞ വർഷം ലുലുമാളിൽ പോയപ്പോൾ സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്, അതാണ് ഇത്ര വലിയ ഒച്ചത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയിൽ ഇപ്പോൾ അതൊക്കെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു കുട്ടി ബാർബി ലുക്കൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ നെയിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നെയിൽ ആർട്ട് ചെയ്തിട്ടുള്ള ലുക്ക്. ഇഷ്ടമായിട്ടായി കമൻറ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വണ്ണിന് എന്താ നമ്മുടെ നെയിലിൽ, അതായത് വലിയ ഫിംഗറിൽ എന്താ ഞാനൊരു ചെറിയ ലൈറ്റ് പിങ്ക് വരുന്നൊരു ഹേർട്ടും അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഹേർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിങ്ക് ഹേർട്ട്, പിന്നെ ഒരു ഡയമണ്ട് ഹേർട്ട്, പിന്നെ റെഡ് ഹേർട്ട്, പിന്നെ ഞാനൊരു റാണി പിങ്ക് വരുന്ന ഷെയ്ഡ് പോലെ ജമന്ത കളർ പോലത്തെ ഒരു ഹേർട്ടും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുറ്റാകെ അലങ്കലായി കിടക്കാണ്. കാരണം വീട് പണി ആയതുകൊണ്ട് തന്നെ, ഇപ്പം വീടിൻ്റെ തേപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല അത്യാവശ്യം പണിയുണ്ട്. ഇപ്പം ഇന്ന് നമുക്കിതൊക്കെ റെഡിയാക്കണം. എൻ്റെ അമ്മ വന്നിട്ട് നല്ല മഴയുണ്ട് കേട്ടോ. കണ്ടോ, നല്ല മഴയുണ്ട്. വിചാരിച്ച് നമുക്കൊരു മഴയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളിയും ഉപ്പും മുളകിട്ട് കഴിച്ചാലെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മച്ചി ഇപ്പോഴും എത്തിയിട്ടില്ല. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് നല്ല രീതിയിൽ തന്നെ കൈ കൊണ്ട് കുഴച്ചെടുക്കണം. ഇതിലൂടെ ഞാൻ പുളിയും കുറച്ച് പഞ്ചസാരയും പിന്നെ മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിരുന്നു. ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം തന്നെ ഏകദേശം മഴ ചോർന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്ത് കാണാം ഫ്രണ്ട്സ്. അപ്പം ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഇനി നമുക്ക് അടുത്ത് ഞാൻ ഉള്ളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പരിപാടി നിസ്കരിക്കാനുണ്ട്. അപ്പം തന്നെ നമ്മുടെ നിസ്കരിക്കാൻ പോകട്ടെ ഞാൻ. അപ്പോൾ നീ നിസ്കരിച്ച് വന്നിട്ട് കാണാം. ബൈ. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴത്തെ പരിപാടിയായിരുന്നു. എൻ്റെ അമ്മച്ചൊക്കെ വന്നു, ഞാൻ ചായ കുടിച്ചു. ഇനി എൻ്റെ കളി സമയമാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കളിക്കൂട്ടുകാരെയൊക്കെ ഞങ്ങൾ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ കളിച്ച് വന്നിട്ട് കാണാം. ബായ്. ഞാൻ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ബാങ്ക് കൊടുത്ത് ഇരുട്ടായിട്ടുണ്ട്. കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരമായി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വെറുതെ വീഡിയോ എടുക്കണം പറയുമ്പോൾ വെറുതെ സമയം പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ സത്യം പറഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫായി കണക്കാക്കാം. കാരണം രാവിലെ നമ്മൾ വീഡിയോ എടുക്കാത്തുള്ളൂ, ബാക്കി എല്ലാത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തമ്മാ പക്ഷേ വാച്ചാണ് അല്ലാതെ പറയുന്നത്. പിന്നെ നമുക്ക് നാളെ രാവിലെ ഒരു ഇൻഷാ അല്ലാഹ് സ്ഥലം വരെ പോകാനുണ്ട്.
ഗൈസ് നാളെ രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അത് എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാ ഓക്കെ. നമ്മൾ രാവിലെ നേരത്തെ പോകണം. എന്നിട്ട് അത് ഞാൻ ഷോർട്സിലിടാം കേട്ടോ. എന്നിട്ട് നേരത്തെ അവിടെ എത്തിയിട്ട് നമുക്കിന്ന് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഈ വീഡിയോ ഇന്നത്തെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും നമ്മളാ പുളിയൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടു. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൂട്ടുകാരുടെ അടുത്ത് പോയതേ ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം പാത്രമൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് ചെയ്യാനും വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫാമിലിയിലോട്ട് നിങ്ങൾക്ക് ഒരു അംഗമാവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഞാനൊരു സംഭവം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം.